കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും, ബ്ലഡ് വന്നിട്ടുണ്ടാവും, കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല. പക്ഷെ അത് അതിന്റെ മുമ്പ് ഒരു മനുഷ്യനായിരുന്നില്ലേ? ട്രെയിൻ തട്ടിയതായിരിക്കും, അതല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ആത്മഹത്യയായിരിക്കാം. ഇപ്പൊ ഒരാൾ വീണുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാന്നുള്ള ഉദ്ദേശമാണ്. അവര് ബ്ലഡ് കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ആരെങ്കിലും ഒക്കെ വേണ്ടേ നമുക്ക് സമൂഹത്തിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിയുള്ള ഒരു ഭാഗം കൂടെ അതിനകത്തുണ്ട്. ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ദൈവത്തിന് 100% വിശ്വാസമാണ്. അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം പറഞ്ഞ മന്ത്രവാദം, പൂജ, ഹോമം അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെയല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ 10 പ്രാവശ്യം പോലീസ് വിളിക്കും, കോടതിയിൽ വിളിക്കും, ഒക്കെ വിളിച്ചാലും നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്താ? അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, അയാൾ ഹോസ്പിറ്റലിൽ പോയി. കൊണ്ടുപോയി പറയാൻ നമുക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇനിയും ഇത് കേട്ടാൽ ആരെങ്കിലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഞാൻ ചെയ്ത മഹിമ പറയല്ല. അത് 10-15 വർഷങ്ങളായിട്ട് പട്ടാമ്പിയിൽ എന്തെങ്കിലും അപകട മരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഓടി വരുന്നൊരു ചേച്ചിയുണ്ട്, ദേവി ചേച്ചി. ഈ കാലയളവ് അത്രയായിട്ട് ചേച്ചി കൈകാര്യം ചെയ്തിട്ടുള്ളത് 100-ലധികം മൃതദേഹങ്ങളാണ്. മാത്രമല്ല അനാഥരായിട്ടുള്ളതും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് എന്തെങ്കിലും മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ചെലവും കൂടെ ചേച്ചി ആണ് നിർവഹിക്കാറുള്ളത്. നമ്മളിപ്പോൾ ചേച്ചീനെ കാണാനാണ് വന്നിരിക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. കാരണം കേട്ടിട്ടേ ഉള്ളൂ, എന്താ പറയാ, വലിയൊരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരുന്നത് അടുത്തിരുന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ പോലെ ആയിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ചെയ്യാനായിട്ട് മടിക്കുന്ന കുറെ കാര്യങ്ങളാണ് ചേച്ചി ചെയ്യുന്നതൊക്കെ. എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനെ മൃതദേഹങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് തുടങ്ങിയത്? മൃതദേഹം പറഞ്ഞപ്പോൾ ഒരു 10-20 വർഷത്തോളൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മൃതദേഹം കണ്ട അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം കുട്ടിക്കാലം ഇപ്പോൾ വീട്ടിൽ അമ്മമാരോ ഒക്കെ കുടുംബക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാലും അതിനെ വിളക്കെത്തിക്കാനും അതിൻ്റെ അടുത്ത് പോകാനും അടുത്തിരിക്കാനൊന്നും അന്നേ പേടിയില്ല. കുട്ടിക്കാലം മുതലേ ബോഡി കണ്ടാ, അന്നൊക്കെ ശവം എന്നൊക്കെ അല്ലേ പറയാ, ശവം കണ്ടാ പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കണ്ടാ പേടിയോ, വീഴുകയോ. ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ മുറി കെട്ടാനോ ബ്ലഡ് കണ്ടാലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ പേടികളൊന്നും അന്നേ ഇല്ല. പിന്നെ ഇപ്പൊ സാഹചര്യങ്ങളനുസരിച്ചിട്ട് നമ്മൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കൊണ്ടുപോകും. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നൊരു സംഭവമാണ്. നമ്മൾ ആദ്യം മുൻകൂട്ടി കാണുന്നതല്ലല്ലോ അതൊന്നും. അവസരത്തിന് നമ്മൾ ഇപ്പോൾ ഒരാൾ വീണുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാന്നുള്ള ഉദ്ദേശമാണ്. അവര് ബ്ലഡ് കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അവരുടെ ജീവനല്ലേ നമ്മൾ വില കൽപ്പിക്കേണ്ടത്. ഇപ്പോൾ അപകട മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ തട്ടിയൊക്കെ മരിക്കുന്ന മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അങ്ങനെ കിടക്കുന്നതല്ലല്ലോ. അല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണാൻ വേണ്ടി ആയിരിക്കും. അപ്പോ ചേച്ചി അത് എങ്ങനെയാണ്, ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? മാനസികാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളതിനെ വിളിക്കും, ഇങ്ങനെ റെയിൽവേയിൽ ഒരാൾ തട്ടി മരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യോ കാലോ കണ്ണോ, ഇപ്പൊ ട്രെയിൻ തട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥയിലേക്കാണല്ലോ നമ്മൾ പോവുക. അപ്പൊ നമ്മൾ ആ ഒരു ചിലപ്പോൾ ജീവൻ ഉണ്ടാവും, ചിലപ്പോൾ ജീവൻ ഉണ്ടാവില്ല. ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ടവരെ ആദ്യം ഹോസ്പിറ്റലിൽ ഞങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഞാനൊക്കെ കുറേ 2-3 ഹോസ്പിറ്റലിൽ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ 1-2 ഒക്കെ കിടന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും, ബ്ലഡ് വന്നിട്ടുണ്ടാവും, കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല. പക്ഷെ അത് അതിന്റെ മുമ്പ് ഒരു മനുഷ്യനായിരുന്നില്ലേ? ഒന്നെങ്കിൽ അയാൾ ചാടിയതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ട്രെയിൻ തട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ആത്മഹത്യയായിരിക്കാം. എന്താണെങ്കിലും ആ മരിക്കുന്നതിൻ്റെ മുമ്പ് അയാളൊരു ജീവനുള്ളതും അച്ഛനും അമ്മയും കുടുംബമുള്ളതും ഉള്ളൊരു മനുഷ്യൻ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അച്ഛനാവാം, അമ്മാമനാവാം, സഹോദരനാവാം, മകനാവാം, അമ്മാമനാവാം, അല്ലെങ്കിൽ അമ്മായി ആവാം, അങ്ങനെ ആരും ആവാം. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെന്നെ നല്ലൊരു സംരക്ഷണത്തിൽ കൊണ്ടുപോയി അത് സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അതിന് കൈ മുറിഞ്ഞു കാല് മുറിഞ്ഞു ഇപ്പൊ എനിക്കാ പറ്റിയെന്ന് വെച്ചാൽ വേറെ ആൾ കൊണ്ടുപോയില്ലേ? അപ്പൊ ആരെങ്കിലും ഒക്കെ വേണ്ടേ നമുക്ക് സമൂഹത്തിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? സ്റ്റേഷൻ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും മനുഷ്യരാണ്. കാക്കിയിട്ടത് കൊണ്ട് അവർക്ക് മനുഷ്യല്ല, എനിക്കിത് എടുത്താ അവരൊക്കെ അത് സഹിച്ചും എല്ലാം സഹനശക്തി വരുത്തിയിട്ട് എടുക്കുന്നവരാണ്. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ നമ്മള് പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, അവരെല്ലാം പഠിച്ചു വരണു. പഠിച്ചിട്ട് നമുക്ക് ആ പേടി മറപ്പുകളൊക്കെ തീർന്നാലും ഒരു മനുഷ്യനാണല്ലോ. അവർക്ക് വികാര വിചാരങ്ങളുള്ള ഒരു രക്തം ഓടുന്നൊരു ഞരമ്പുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ. അതുപോലെ തന്നെ ഞാനും. ഇപ്പൊ പോലീസുകാർ പറഞ്ഞാൽ അവര് ചെല്ലണു, അവര് എടുക്കണു, പാക്ക് ചെയ്യണു. ചോദിക്കാറുണ്ടോ പോലീസുകാരോട് ആരെങ്കിലും, നിങ്ങൾ ആ ബോഡി എടുത്തോ, ഈ ബോഡി എടുത്തോ? ചീഞ്ഞത് 4-5 ദിവസം 10 ദിവസമൊക്കെ ചീഞ്ഞ ബോഡികളാണ് സാറന്മാരെടുക്കുക. അവർക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും പോലീസുകാർ അനുഭവിക്കുന്നുണ്ട്.
ആരെങ്കിലും ഏതെങ്കിലും ചാനലുകാരോ അല്ലെങ്കിൽ വേറെ വല്ലവരും ചെന്നിട്ട് സാറിന് അതെടുത്തപ്പോൾ ബുദ്ധിമുട്ടുണ്ടായോ അതെടുത്തപ്പോൾ ബുദ്ധിമുട്ടോ, അവരൊക്കെ മനുഷ്യന്മാരാ. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യണു. ആരും അവരെ പറ്റി ചിന്തിക്കാറേ ഇല്ല. അവരെ വിഷമങ്ങളും മനസ്സുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണു. സാറന്മാരെന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ചെയ്യണതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശമ്പളത്തിനേക്കാളും ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്യുക ശമ്പളം ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും കിട്ടും. അതിൻ്റെ ഇരട്ടി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ രാത്രി ഫുള്ള് ഉറക്കൊഴിച്ച് ഇപ്പൊ പണ്ടത്തെ കാലഘട്ടങ്ങളല്ല ഇന്ന്. വെട്ട് കുത്ത് കൊലപാതകം. പോലീസുകാർക്ക് കസേര എന്താന്ന് കാണാൻ പറ്റില്ല. ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. അതിന്റെ ഉദ്യോഗസ്ഥന്മാരാരാച്ചാല് ആരായാലും ആ സാറന്മാർക്ക് മേലേന്ന് വിളി വരും, അവിടുന്ന് വിളി വരും, അവിടെ മരിച്ചു ഇവിടെ മരിച്ചു അവിടെ വെട്ടി മയക്കുമരുന്ന്. സ്റ്റേഷനിൽ അങ്ങോട്ട് ചെന്ന് നോക്കണം. ഇരിക്കാൻ കൊണ്ടുവന്ന് വെച്ച ചായ കുടിക്കാൻ അവർക്ക് നേരം ഉണ്ടാവില്ല. നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പോഴെന്തേലും എൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോലീസിലേക്ക് വിളിക്കും. 2 മിനിറ്റ് വൈകിയാൽ പറയും ഇവരൊക്കെ എവിടെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു. റോട്ടിലൊരു തിരക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാരില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവര് 5 ദിവസം 10 ദിവസം ഇതായ ബോഡി ഇപ്പൊ രാത്രി നൈറ്റ് ഫുള്ളിരുന്ന ഒരുപാട് രാത്രിയാണെങ്കിലും ചേച്ചിക്കൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോവേണ്ടി വരാം. 2 മണിക്ക് 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും നമ്മൾ പോവും. രാത്രി സ്റ്റേഷനാണ് അധികം വിളിക്കാറുണ്ട്. എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. എപ്പോഴും ട്രാഫിക്കിലല്ലേ വർക്ക് ചെയ്തിട്ടുള്ളത്? ഇടയ്ക്ക് വർക്ക് ചെയ്യാറുണ്ട്. തിരക്ക് വരണ സമയത്ത് ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോ ഞാനൊരു ആക്സിഡന്റ് ആന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു എന്റെ ഷോപ്പ് ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും വണ്ടികൾ മൂവ് ചെയ്യുന്നില്ലേ, മൊത്തം തിരക്കാം. അപ്പൊ എന്റെ മനസ്സിൽ മൊത്തം ആക്സിഡന്റ് സംഭവിച്ചു എന്നാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ലേ വരിക. അപ്പൊ ഞാൻ അപ്പുറത്ത് കൂടെ ഓവർടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായി പോവാനുള്ള ഗ്യാപ്പില്ല. വണ്ടി അവിടെ കൊണ്ടുപോയത് ചെറിയൊരു മഴയുണ്ട്, കോട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഹെൽമെറ്റൊക്കെ അവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന റോഡിൽ ആ റോഡിൻ്റെ അവിടെ വണ്ടികൾ കുടുങ്ങിയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അന്ന് 8-8:15 ആയിരിക്കണം. അപ്പൊ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ കണക്റ്റഡ് അല്ല. പിന്നെ അവിടുത്തെ എന്തോ പ്രശ്നം, എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നം നടന്നിരുന്ന സാറന്മാരൊക്കെ ഓരോ തിരക്കിലും കാര്യങ്ങളും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അവിടെ ഒന്നാമത് അതുമില്ല. അപ്പൊ നമ്മൾ അതൊന്നും നോക്കിയില്ല. ജാമാണ്, വണ്ടികൾ മൊത്തം ജാമാണ്. പിന്നെ സത്യത്തിൽ എന്താണെന്നറിയോ, ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എനിക്ക് ആദ്യം പോകണം. അത് ട്രാഫിക് ആയാലും വേണ്ടില്ല, ആര് മരിച്ചാലും വേണ്ടില്ല, ഏത് ആംബുലൻസ് വന്നാലും വേണ്ടില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ട്. ഇപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ആയാലും വേണ്ടില്ല, ഞാൻ ഒരു വണ്ടി കാരണം 3 റോഡ് ബ്ലോക്ക് ആവും. അപ്പോൾ സിഗ്നൽ തെറ്റിച്ചിട്ട് ഒരുത്തൻ നേരെ ഇങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ സിഗ്നൽ തെറ്റിച്ച് കയറിയ കറക്റ്റ് സിഗ്നലുള്ള അവിടെ നിന്ന് കയറി വരുമ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല, അവിടെ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരുത്തനാണ് അതിൻ്റെ കാരണക്കാരൻ. ആ കാരണക്കാരൻ ചിന്തിച്ചാൽ മതി. അത് ഞാനായിരിക്കാം, ഇയാളായിരിക്കാം, മറ്റാളായിരിക്കാം. ചിന്തിച്ചാൽ മതി. റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ കൂടെ ഒരു ആംബുലൻസ് വന്നാൽ ഈ റോഡ് ബ്ലോക്ക് ആക്കിയവൻ്റെ വീട്ടുകാരാണെങ്കിലോ ആരും ആവാലോ. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, സമൂഹത്തിന് ദോഷം വരാത്ത കാര്യങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേ ഒഴിവാകും. അപ്പം അന്ന് അങ്ങനെ ഞാൻ റോഡിൽ ഇറങ്ങി ബ്ലോക്കൊക്കെ തീർത്തു. ഒരു 1-1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ആരോ വീഡിയോ എടുത്തു. എനിക്കത് ഈ വീഡിയോ കാര്യങ്ങൾ അങ്ങനെയൊന്നും താല്പര്യമില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ വൈറലായതിന് മാത്രം ആരോ ഫോട്ടോ എടുത്തിട്ട്, ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. പോണ പോക്കിൽ ആരെങ്കിലും വീണിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട്. പിന്നെ എല്ലാവർക്കും പേടി എന്താണെന്നറിയോ, ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പൈസയുടെ അല്ല, ഹോസ്പിറ്റലിൽ ചെന്നാൽ അവര് വിളിപ്പിക്കോ, പോലീസുകാർ വിളിപ്പിക്കോ, അതൊക്കെ അതുണ്ടായിരുന്നു പണ്ടൊക്കെ. 2019 മുതൽ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നിട്ടുണ്ട്, കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കിയാൽ മതി, അതിന്റെ ഉത്തരവാദിത്തങ്ങളും ബാക്കിയുള്ളതൊക്കെ സ്റ്റേഷനും കാര്യങ്ങളും നോക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ പേർക്ക് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ കൂടി നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളൊന്ന് സ്റ്റേഷനിൽ പോവുക, കോടതിയിൽ പോയാൽ ഇപ്പം എന്താ കുഴപ്പം? ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് നമുക്കൊരു സന്തോഷമല്ലേ.